അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നോമ്പ് പിടിച്ച് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, കിതാബ് നോക്കിയിട്ട്. സുഖമില്ല, കഫക്കെട്ടും ജലദോഷമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം പറയാൻ തോന്നി, അപ്പം അതിപ്പോൾ തന്നെ പറയാം എന്ന് തോന്നിയപ്പോഴാണ് അത് ഒരു വീഡിയോ ആക്കുന്നത്. ഈ അടുത്തേ ഒരു ദിവസം നമ്മളെ തൊട്ടടുത്തെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു കുട്ടിയുടെ വളരെ ആക്ഷേപാർഹമായ കുറുമ്പ് നമ്മുടെ കണ്ണിൽപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വാപ്പാനെ കണ്ടെത്തിയിട്ട് പറയണം. കാരണം നമുക്കൊക്കെ മക്കൾ ഉള്ളതല്ലേ. അപ്പം ആ വിഷയം പുള്ളി അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്ത് പുള്ളിനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് സത്യത്തിൽ വേറെ ഒരു തെറ്റായ നീയത്തും ആ വിഷയത്തിലില്ല. നമ്മളെ മക്കളെപ്പോലെ തന്നെയല്ലേ അപ്പുറത്തുള്ള ചെറിയ ചെറിയ കുട്ടികളെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ കണ്ണിൽപ്പെട്ടാൽ അതൊന്നും പറയണ്ടേ. അങ്ങനെ എന്ത് ചെയ്ത് വിളിച്ച് വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയായിരുന്നു രസകരം. ഓ, ഇതൊക്കെ എന്ത് നമ്മളൊക്കെ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നൊന്നുമല്ലല്ലോ. നമ്മളൊക്കെ നമ്മുടെ യൗവനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ബാല്യകാലത്തിലോ നമ്മുടെ കൗമാരകാലത്തിലോ അങ്ങനെ ഒന്നും ആൾ പറഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണത് നമ്മുടെ കുട്ടിക്കാലത്ത് അയാളുടെ പ്രയോഗം അങ്ങനെ. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്നതൊക്കെ എന്ത് ഒന്നുമില്ല, അത് വിട്ട് ഉസ്താദെന്നും പറഞ്ഞു. മറുപടി ഇങ്ങനെ കിട്ടിയപ്പോൾ പിന്നെ എൻ്റെ പള്ള നിറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കി. ഓക്കെ, ഹൈർ. ഈ അനുഭവം പക്ഷേ ആദ്യത്തതല്ല. ഇതിനു മുമ്പും ചില രക്ഷിതാക്കളുമായിട്ട് ഫോണിലൂടെയല്ല സംസാരിക്കുമ്പോൾ അവരുടെ മക്കളുടെ കുറുമ്പുകളെ, വികൃതികളെ, സത്യത്തിൽ അതൊരു നിർദോഷമായ വികൃതിയോ അല്ലെങ്കിൽ പൊറുക്കപ്പെടാവുന്ന കുറുമ്പുകളൊന്നുമല്ല. നമുക്കത് കണ്ടാലറിയാം ഇത് ശരിക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ. ഇപ്പോൾ മറ്റുള്ളവൻ്റെ സാധനം മോഷ്ടിക്കുക, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ അവരൻ്റെ വസ്തുവകകളെ നശിപ്പിക്കുക, ഇതൊക്കെ അങ്ങനെ ക്ഷമിക്കാൻ കഴിയത്തില്ലല്ലോ. ചെറിയ കുട്ടികളുടെ കുറുമ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങനെ മനസ്സിലാക്കുന്ന വേറെ ഉണ്ട്. ഇതൊന്നുമല്ല. അപ്പം ഇത്തരം പ്രവർത്തികളെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് കമ്പയർ ചെയ്തിട്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യുന്ന തർബീയത്ത് എന്താണെന്ന് ചിന്തിച്ചിട്ടൊരു പിടുത്തം കിട്ടുന്നില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, കുറുമ്പ് കാണിച്ചിട്ടുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അത് വെച്ചിട്ട് ഇവരൊക്കെ എല്ലാം അപ്പം പിന്നെ എന്തിനാ തർബീയത്ത്? അത് വെച്ച് എല്ലാം അംഗീകരിച്ചു കൊടുക്കണം. നമ്മൾ ചെയ്തത് നമ്മുടെ രക്ഷിതാക്കളുടെ പേടിയും കൺട്രോളും ഉള്ളതോട് കൂടിയാണ് നമ്മൾ ആ ഇട്ടാവട്ടത്ത് ഒപ്പിച്ച കുറുമ്പുകൾ. അപ്പം അന്നൊരു കുറുമ്പ് ചെയ്യുമ്പോഴും പേടിയുണ്ട്. വീട്ടിലറിഞ്ഞാൽ അല്ലെങ്കിൽ വാപ്പറിഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്മാൻ്റെ നിന്ന് കിട്ടും എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആ പേടിയെങ്കിലും കുട്ടികൾക്ക് വരുത്തണ്ടേ. ഓക്കെ, നിങ്ങൾ പറയുന്നു കുട്ടികൾ ചെയ്തോട്ടെ എന്ന്, പക്ഷെ വാപ്പറിഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ള രൂപത്തിലായാലോ അപ്പം പിന്നെ അതിന് കൺട്രോൾ ഉണ്ടാവും കുട്ടികളുടെ കുറുമ്പുകൾക്ക്. സത്യത്തിൽ ഇതല്ല ഈ കാഴ്ചപ്പാട് ഞാൻ പല ആൾക്കാരെയും കണ്ട്. ഞാൻ കുറേ നാളായി ഇതിൻ്റെ പിന്നിൽ കൂടെ നടക്കണം. അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. മറ്റുള്ളവരെ എന്താക്കില്ല, അവരെ കാര്യങ്ങൾ കൂടുതൽ ആങ്സൈറ്റി ആവല്. ഞാനിങ്ങനെ അത് വേറെ ഒരാൾക്കും കൂടി അറിയാം. നമ്മളിപ്പോൾ ചിലപ്പോൾ ബാല്യക്കാരിപ്പം കുട്ടികൾ ബസ് സ്റ്റോപ്പിലും കോളേജിന് മുന്നിലൊക്കെ അല്ലെങ്കിൽ ക്യാമ്പസിൽ നമ്മളകത്ത് കയറില്ല. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ ആ കുട്ടിയുടെ, ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെ പോക്ക് ശരിയല്ല, ശരിയായ ദിശയിലേക്കല്ല പോകുന്നതെന്ന് നമുക്ക് തോന്നുമ്പോൾ ആ കുട്ടിയോട്, കാരണം അവൻ്റെ പ്രായം
അല്ലെങ്കിൽ അവളുടെ പ്രായം അത് അവളെ മനസ്സിലാക്കി കൊടുക്കാൻ അവളുടെ ആരുമല്ലാത്ത നമുക്കൊരു ഹക്കില്ല ഇപ്പോഴത്തെ കാലത്ത്. നമ്മൾ പോയി ചെന്ന് പറയൂല മോനെ. അപ്പോൾ ചിലപ്പോൾ അത് വേറെ വിഷയമാവും. നമ്മൾ ചെയ്യുന്ന സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി നമ്മുടെ പരിസരത്തുള്ള, ഇപ്പോൾ നാട്ടുകാരെ മൊത്തം നന്നാക്കാനല്ല, നമ്മുടെ പരിസരത്തുള്ളവരെല്ലാം നമ്മൾ അറിയുള്ളൂ. ഇന്നാളുടെ മകനാണെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ, ഇന്ന വീട്ടിലത്തെ പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ വീട്ടിലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, അത് പക്ഷേ ആ പെൺകുട്ടിയുടെ ആങ്ങളെയാകാം, അതല്ലെങ്കിൽ കുട്ടിയുടെ വാപ്പയാകാം, ആരെങ്കിലും നമ്മൾ വിഷയം ധരിപ്പിക്കും. അതേ ഇങ്ങനൊരു സംഭവം നമ്മുടെ കണ്ണിൽപ്പെട്ട ആ ചെക്കനായിട്ട് കുറേ പറയും. നിങ്ങൾക്കറിയാലോ, ഇതൊന്നും പച്ചക്ക് പറയണ്ടല്ലോ. ചില ആളുകൾ അതിന് ഓക്കെ ഉസ്താദ് പറഞ്ഞത് നമ്മളത് പരിഗണിക്കും, നമ്മളെ ബോധിപ്പിക്കാനെങ്കിലും അവരങ്ങനെ മറുപടി തരാറുണ്ട്. നമുക്ക് സമാധാനം, നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു അല്ലേ. അത് ഞാൻ ഉസ്താദ്, ഞാൻ ചോദിക്കുക, അല്ലെങ്കിൽ ഞാനത് വേണ്ടത് ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ ഗൗനിച്ചോളാം എന്ന് പറയുമ്പോൾ ഓക്കെ അത് നമുക്കും ഒരു തൃപ്തിയാവും. ഇനി അവരത് ശ്രദ്ധിക്കാതിരിക്കട്ടെ, അതിൽ നടപടി എടുക്കാതിരിക്കട്ടെ, നമ്മളോട് പറഞ്ഞ മറുപടി ഇതാണ്, അത് നോക്കിക്കോളാം, അൽഹംദുലില്ലാ, ഓക്കെ ഫിനിഷ്, നമുക്കൊരു തുമനീനത്ത് കിട്ടിയാലോ. പക്ഷെ ചില ആളുകൾ അതിനോട് പ്രതികരിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്. ഇങ്ങനെ പ്രതികരിച്ചവരുണ്ട്. ഉസ്താദ് പറയണ പോലെ ഒന്നും നമുക്ക് നമ്മളെ മക്കളെ അറിയാല, നമ്മൾ അങ്ങനെ വളർത്തിയിട്ടുള്ളൂ, അതങ്ങനെ ഒന്നുമില്ല, ഉണ്ടാവില്ല. ഉസ്താദ് കരുതണ പോലെ ചിലപ്പോൾ അവർ ഒരുമിച്ച് പഠിക്കണ കുട്ടികളല്ലേ, അതുകൊണ്ടുള്ളൊരു പരിചയത്തിൻ്റെ പുറത്തൊക്കെ മിണ്ടിയും പറഞ്ഞു തന്നതായിരിക്കും, അല്ലാണ്ട് ഉസ്താദ് കരുതുന്ന പോലെ ഒന്നും അതിൻ്റെ പിന്നിലില്ല. ഈ മറുപടി കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തത്, ആദ്യം പറഞ്ഞ മറുപടി, ഇതൊക്കെ എന്ത് ഉസ്താദേ, നമ്മൾ ചെയ്തതിൻ്റെ അപ്പുറം ഒന്നും എത്തൂലല്ലോ ഇത്. ഇങ്ങനെ പല മറുപടികളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ സത്യം പറയട്ടെ, ഇങ്ങനെ മറുപടി പറഞ്ഞവരൊക്കെ പിന്നീട് അതേ കുട്ടികളെ ചൊല്ലി കരയുന്നതോ വിഷമിക്കുന്നതോ അതല്ലെങ്കിൽ മറ്റു വലിയ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നതോ ആണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതലും കഞ്ചാവ് കേസുകളാണ് ഉണ്ടാവല്. നമ്മൾ ചില ചില വീട്ടിലെ കുട്ടികളെ കാണും. അപ്പോൾ അവൻ്റെ കൂടെയുള്ള കുട്ടികളെ നമുക്കറിയാം, ദീസ് ഗൈസ് ആർ ഡേഞ്ചറസ്. ഇത് കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ഗഫൂർക്ക, ഞാൻ അവനെ നിഷാദിനെ ഇന്ന കുട്ടികളെ കൂടെ കണ്ടത്, അത് ശരിയല്ല കേട്ടോ. പിന്നീട് അതേ കുട്ടിക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ 10 വട്ടം കയറിറങ്ങുന്നതും ആളുകളെയും രാഷ്ട്രീയക്കാരെയും മറ്റുള്ളവരെയും കയ്യും കാലും പിടിക്കുന്നത് കാണാം, കേസ് ഒതുക്കി തീർക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. ഇങ്ങനെ എന്ത് പാരൻറ്റിങ് ആണ് നടത്തുന്നത്? ഒരു തലമുറ ഉണ്ടായിരുന്നു അവർക്ക്. സത്യത്തിൽ ഇപ്പം നമ്മുടെ വാപ്പ സയൻറ്റിഫിക്കലി ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടുള്ള പാരൻറ്റിങ് ഒന്നും അല്ല അവരത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയൊക്കെ ആയി, അൽഹംദുലില്ലാ, കുറ്റം പറഞ്ഞില്ല. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ മക്കളുടെ കാലം വരുന്നത്, നമ്മൾ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു ഇൽമു മാത്രമല്ലല്ലോ. നമുക്ക് ഒന്ന് ബുദ്ധിരാക്ഷസന്മാർ പഠിപ്പിച്ചെന്ന വീഡിയോകളുണ്ട്, ബുക്കുകളുണ്ട്, എങ്ങനെ നല്ല പിതാവാകാം, അല്ലെങ്കിൽ എങ്ങനെ കുട്ടികളാവാം, അങ്ങനെ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ, നോളജ് കിട്ടാൻ 100,000 വഴികളുണ്ട്. അതിലൂടെ ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. മാത്രമല്ല, ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ, കുട്ടികൾ ചെയ്യുന്ന കുറുമ്പുകളല്ല, ക്രൈമുകളെ പറ്റി നമുക്കറിയാം. അപ്പം നമുക്ക് കുറച്ചും കൂടി ബോധം ഇടാവേണ്ടതല്ലേ, കുറച്ചും കൂടി കെയർഫുൾ ആവേണ്ടതല്ലേ. അതായത് ഞങ്ങളെ കുട്ടികൾ അവർ കുറച്ച് കഴിയുമ്പോൾ നന്നായിക്കോളും, ഇപ്പം ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ എന്നൊക്കെ ഇപ്പോൾ കരുതുന്ന രക്ഷിതാക്കളുണ്ടാവും. ഓക്കെ, നിങ്ങളെ മക്കളാണ്, നിങ്ങളെ ഇഷ്ടമാണ്, വിഷയമൊന്നുമില്ല. ഒരു കാര്യം ആലോചിക്കണം, നിങ്ങളീ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ കുറുമ്പൊപ്പിക്കുന്നു, ആർക്കൊക്കെ നഷ്ടം വരുത്തുന്നു, ആരെയൊക്കെ സങ്കടപ്പെടുത്തുന്നു, ആരെയൊക്കെ വേദനിപ്പിക്കുന്നു നിങ്ങൾക്കറിയില്ല. ചിലപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് വേദനിപ്പിക്കപ്പെടുന്ന, നിങ്ങളുടെ മക്കളാൽ വേദനിപ്പിക്കപ്പെടുന്ന, സങ്കടപ്പെടുത്തപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ നാവ് അത് സൂക്ഷിക്കണ്ടേ. മുഅ്മിനീങ്ങളുടെ നാവല്ലേ, മുഅ്മിനീങ്ങൾ തന്നെയല്ല, വയസ്സായ ആൾക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ നാവ് കടച്ച് പറഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾക്ക് തട്ടാതിരിക്കുമോ? ആറാൻ പറഞ്ഞോ, നന്നാവൂല, നാശം പിടിക്കുള്ളൂ. എന്തൊക്കെ പറയും ഇല്ലേ? കാരണം അവനുണ്ടാക്കുന്ന ഡാമേജിൻ്റെ ഇത് വലിപ്പനുസരിച്ചിരിക്കും ചിലപ്പോൾ നാവിന്ന് വരുന്നത്. ആർക്കറിയാം? ചിലപ്പോൾ ഒരു ഉമ്മാമാൻ്റെ ഓടിയിട്ട് ആ ഒരു ഉമ്മാമാൻ്റെ തലയും തട്ടിച്ചിട്ട് തെറിച്ചിട്ട് ഓടണമെങ്കിൽ ആ തള്ള പാവം നിലത്ത് വീണ് കിടന്നിട്ട്
എന്തെങ്കിലും ഒരു വാക്ക് വളച്ച് പറഞ്ഞാൽ കൊച്ചു ഭാവിയിൽ ജീവിതത്തിൽ നന്നാവും. പിന്നെ നമ്മളെ മക്കൾ ആദ്യം തന്നെ പഠിപ്പിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മൂത്തവർ, അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നുമില്ല, മതം പോലും ഇല്ല അതിൽ. വയസ്സിന് മൂത്ത ആൾക്കാരെ നാവിനെ സൂക്ഷിക്കണം മോനെ. അവർ നമ്മളെപ്പറ്റി മോശമായിട്ടോ ഒരു ശാപവാക്ക് പറയാതെ, കുരുത്തം കെട്ടവനെന്ന് പറയാത്ത രൂപത്തിൽ വളരണം. അത് കുട്ടികളെപ്പോഴും അഡ്വൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, നിങ്ങൾ ആരുടെയും ഒന്നും അങ്ങനത്തെ മേടിച്ചു പ്രായത്തിൽ മൂത്തവരെ നമ്മളെന്താക്കുക, അവർ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ചിരിച്ചിട്ട് ശരി അമ്മമ്മ, ശരി വലിയപ്പ, അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോരാന്നല്ലാണ്ട് ഈ വയസ്സായ ആൾക്കാർ, വയസ്സെന്ന് തന്നെയല്ല, ആ ലോകത്ത് പല ജാതി ആളുകളില്ലേ, അഞ്ചര നിൽക്കരിക്കുന്നവരും നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. ആരായിട്ടാണ് നമ്മുടെ മക്കൾ ആരുമായിട്ടാണ് മോതാൻ പോകണമെന്ന് അറിയില്ലല്ലോ. ഓതാനല്ല, മോതാൻ, ഏറ്റുമുട്ടാൻ. അപ്പം എന്തെങ്കിലുമൊക്കെ അവർ വളച്ചിട്ട് അത് ആറാൻ പറഞ്ഞു ഒരിക്കലും നന്നാവത്തില്ലടേ എന്നൊക്കെ അവരെ വായോണ്ട് പറഞ്ഞാൽ പിന്നെ രക്ഷണ്ട. പിന്നെ നിങ്ങൾ ഇനി ഭാവിയിൽ എങ്ങനെ നന്നാക്കാൻ വിചാരിച്ചിട്ട് എന്താ കാര്യം? ഇതവിടെ കിടക്കല്ലേ. അതുകൊണ്ട് മൂത്തവരെ വാക്കുകൾ സൂക്ഷിക്കണം. അത് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുകയും വേണം, ഉപദേശിക്കുകയും വേണം, അതിനെപ്പറ്റി ജാഗരൂകരാക്കുകയും വേണം. അതോടൊപ്പം നിങ്ങൾക്ക് ആ ബോധം വേണം. അതായത് രക്ഷിതാക്കളായ നമുക്ക് ആ ബോധം വേണം. നമ്മൾ എത്രയോ പഠിച്ച് കഷ്ടപ്പെട്ടിട്ട് ഇവരെ നന്നാക്കിയെടുക്കാൻ നോക്കുമ്പോൾ കണ്ണി കണ്ട എല്ലാവരുടെയും ശാപം തലയിൽ കയറിയിട്ട് പിന്നെ എങ്ങനെ നമ്മൾ നന്നാക്കാൻ പറ്റും? ഇതും ഈ കൂട്ടത്തിൽ ഒരു പ്രധാന വിഷയം തന്നെ. കാരണം കുട്ടികൾ ആരായിട്ടൊക്കെയാണ്, അവരെ സമപ്രായക്കാരും അവർ താഴെയുള്ളവരൊക്കെ ആയിട്ടുള്ളതൊക്കെ പിന്നെ സഹിക്കുക. പക്ഷേ ഈ നമ്മൾ ലൈസൻസ് ഇല്ലാണ്ട് നിയന്ത്രണം ഇല്ലാത്തവരെ പറഞ്ഞയച്ച് വിട്ട് കഴിഞ്ഞാൽ ഇവർ ആരെയൊക്കെയാണ് വേദനിപ്പിക്കണത്, ആരുടെയൊക്കെയാണ് വായിലുള്ളത് കേൾക്കണമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് അത് പ്രത്യേകം എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കണം. കൊടുത്തു. അപ്പോൾ കുട്ടികൾ പിന്നീട് നമ്മൾ ഈ കുട്ടികളെ പറ്റി പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. വളരെ എന്താ പറയുക, അമിതമായൊരു ഫ്രീഡം അത് പല ടീച്ചർമാരും പറയുന്നിട്ടാണ് സത്യത്തിൽ. ഇപ്പം നമ്മളെ സ്കൂളിലെ ടീച്ചറോട് വെച്ച് പറഞ്ഞ് വടിയെടുക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, ഞങ്ങളിതൊന്നും ചെയ്യലില്ല. കാരണം എന്തിനും പറഞ്ഞാൽ അവർ പോയി വേറെ എന്തെങ്കിലും കടുങ്ങ ചെയ്ത് അതിന് ഞങ്ങൾ ഉത്തരവാദി. അത് പോട്ടെ, ഞാൻ പറയണത് ഈ നമ്മൾ ചെയ്തത് വെച്ചിട്ടൊന്നും നമ്മളെ മക്കളെ കമ്പയർ ചെയ്യാനോ കാരണം അന്നത്തെ കാലത്ത് നമ്മൾ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ കുറുമ്പുകൾ അല്ലെങ്കിൽ നമുക്ക് കുസൃതികളൊക്കെ ചെയ്തിരുന്നെങ്കിലും എവിടെയോ ഒരു പിന്നാമ്പുറത്ത് ഒരു കയറുണ്ട് ഇല്ലേ? അങ്ങനെ പോയവരൊക്കെ പിന്നെ വല്ല ക്രിമിനൽസൊക്കെ ആയി മാറിയിട്ടുണ്ടാവും. നമ്മൾ സാധാരണ നിലക്ക് പറ, നമ്മൾ കുറുമ്പ് സ്കൂൾ കട്ട് ചെയ്ത് സിനിമക്ക് പോയിട്ടുണ്ടാവും, സ്കൂൾ കട്ട് ചെയ്ത് നാടകത്തിന് പോയിട്ടുണ്ടാവും, സ്കൂളിൽ നിന്ന് പീരീഡുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും, ഒക്കെ കുറേ കുറുമ്പൊപ്പിച്ചിട്ടുണ്ടാവും. ശരിയാണ്, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ എന്തെങ്കിലും പിന്നിൽ ഒരു വടി അല്ലെങ്കിൽ പിന്നിൽ ഒരു ചരട് വള്ളിനെ നമ്മൾ പേടിച്ചിട്ടുണ്ട്. ആ ഒരു കൺട്രോൾ ഇല്ലാതെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇനി അങ്ങനെ അതും ഇല്ലാതെ ഇപ്പം നമ്മളെ ജംഗ്ഷനിൽ പോകുമ്പോൾ പേടിയാണ്. ഓക്കെ, സ്കൂൾ കട്ട് ചെയ്ത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകണം, ജംഗ്ഷനിൽ കൂടെ ആണല്ലോ പോകേണ്ടത്. അവിടെ എത്ര ആൾക്കാരെ പേടിക്കണം? മൂത്താപ്പ ഉണ്ടാവും, മാമ ഉണ്ടാവും, അയലൊക്കത്തൊക്കെ ഉണ്ടാവും, മറ്റൊരു പലരും, ഇനിയിപ്പോൾ സ്വന്തം വാപ്പന ജംഗ്ഷനിലുണ്ടാവും. ഇങ്ങനെ ഒരു പേടി, നമ്മൾ ചെയ്ത കുസൃതികളെ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്താ പറയുക, നമ്മൾ ചെയ്തിട്ടുള്ള ആ കുരുത്തക്കേടുകളെ, ദാറ്റ്സ് കറക്റ്റ് വേർഡ്, നമ്മൾ ചെയ്തിട്ടുള്ള കുരുത്തക്കേടുകളെ അത് ചെയ്തെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പേടിയോട് കൂടിയാണ് ചെയ്തത് അല്ലേ? ഒരു പേടി ഉണ്ടായിരുന്നു നമ്മുടെ ഉള്ളിൽ. ആര് കാണും, വീട്ടിലറിയോ? ഈ പേടി കൊണ്ട് തന്നെയാണ് ഒരാൾ വരെ നമ്മൾ അതിനെ ആ പരിധി ലംഘിക്കാത്ത അറാമ്പറപ്പുകൾ, കുരുത്തക്കേടുകൾ കാണിക്കുകയും ഒരു പ്രായമായപ്പോൾ അതൊക്കെ കൈയൊഴിഞ്ഞ് പോരുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇതല്ലല്ലോ. ആ പേടി പോലും ഇല്ലാത്ത, ഞാൻ പറയുന്നില്ല കുട്ടികളങ്ങൾ കടക്ക് മുടക്ക് ആക്കി കയ്യിൽ പിടിച്ചിട്ട് പൂത്തിക്കെട്ടി ഇടിച്ച്, അതൊന്നും നമ്മൾ പറയണില്ല. കുട്ടികളുടേതായ കുറേ കുറുമ്പുകളും കുസൃതികളൊക്കെ കാണിച്ചോട്ടെ, അത് അമ്മ അംഗീകരിക്കണം, അലോധം, അതൊന്നും ഒരു വിരോധമില്ല. പക്ഷെ പേടിയും വേണ്ടേ? ആ പേടിയോട് കൂടി ചെയ്യുമ്പോഴാണല്ലോ അവന് അതിലൊരു പരിധി നിർണ്ണയിക്കില്ല, അവൻ തന്നെ സ്വയം ഒരു കൺട്രോൾ ഉണ്ടാവല്. അതിവിടെ കാണാനില്ല. മിക്ക രക്ഷിതാക്കളും വിട്ടിരിക്കണം.
അവരൊരു ഒരു ഒരു പ്രത്യേക ശുഭാപ്തി വിശ്വാസത്തിലാണ്. അതൊരു പ്രായം കഴിയുമ്പോൾ ശരിയായിക്കോളും. അങ്ങനെ ഒന്നും ആരും ശരിയാവില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നല്ലേ. അതങ്ങനെ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ കളഞ്ഞു. അതിങ്ങനെയൊക്കെ പോയി കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഇതെന്ത് കറാമത്തിൻ്റെ നിങ്ങൾ വലിയതായി നിങ്ങളെ കുട്ടിയുടെ കുട്ടി വലിയുള്ളൂ? അങ്ങനെയൊന്നും അല്ലല്ലോ. അവനെന്തൊക്കെയാണ് ശീലിച്ചത്? അവനെ മോഷ്ടിക്കാൻ ശീലിച്ചെങ്കിൽ, അടിച്ചു മാറ്റാൻ ശീലിച്ചെങ്കിൽ, മറ്റുള്ള കുട്ടികളെ തെറി വിളിക്കാൻ ശീലിച്ചെങ്കിൽ, കണ്ണി കണ്ട കുട്ടികളുടെ കഴുത്തിന് പിടിക്കാൻ ശീലിച്ചെങ്കിൽ ആ ശീലങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അൺലെസ് അത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. കാരണം നമ്മ ചെയ്തപ്പോൾ നമുക്കത് അറിയരുത്. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, വീട്ടിൽ വന്നാൽ ഇടിയിട്ടു. ആ ഒരു ധാരണ പോലും ഇല്ലാതെയാണ് കുട്ടികൾ വളരുന്നത്. അങ്ങനെയാണ് ചില ആളുകളെങ്കിലും വളർത്തുന്നത്. അങ്ങനെ പാടില്ല. നമ്മുടെ കുട്ടികൾ ഖുർറത്തുലൈനായിട്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉസ്താദുമാരോടും മജ്‌ലിസുകളിലും മക്കൾ നന്നാവാൻ അതാണ് ഏറ്റവും വലിയ കോമഡി വിഷയത്തിൽ. ഇതിങ്ങനെ പറയുന്നൊക്കെ കുട്ടികൾ സ്വാലിഹീങ്ങളാവാൻ ദ്വാരക്കണം ഉസ്താദ്. കുട്ടികളെ ഓരോ എവിടെയാണെങ്കിലും ഈ ഒരു റിക്വസ്റ്റ് ഇല്ലാത്ത മജ്‌ലിസുകൾ കുറവായിരിക്കും. മക്കൾക്ക് വേണ്ടി ദ്വാരപ്പിക്കാത്ത മജ്‌ലിസുകൾ കുറവായിരിക്കും. പക്ഷെ അത് മാത്രം മതിയോ? ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക്, ഒരു ഉമ്മ എന്ന നിലയ്ക്ക്, ഒരു വാപ്പ എന്ന നിലയ്ക്ക് നമ്മ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാതെ തവക്കുല് പോലും അങ്ങനെയല്ലേ? തവക്കുല് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ കാര്യങ്ങൾ സെറ്റാക്കിയിരിക്കണം. അതാണല്ലോ. അല്ലാതെ ഒന്നും ചെയ്യാണ്ട് ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ഒരു അങ്ങനെ മഹാന്മാർ പറയാറുണ്ടല്ലോ, ഒരു സ്വർണത്തിൻ്റെ മാല ഉണ്ടെങ്കിൽ അത് ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിട്ട് വേണം തവക്കുൽ പടച്ചമ്പരം നീ കാക്കണമെന്ന്. എവിടെയെങ്കിലും അസാൾട്ടായിട്ട് ഇട്ടിട്ട് അത് നീ കാക്കണമെന്ന് പറയണത് അത് ശരിയല്ല, തെറ്റാണത്. അതുപോലെ കുട്ടികളെ നന്നാക്കണേന്ന് ദ്വാരപ്പിക്കുകയും വേണം, ദ്വാരക്കുകയും വേണം. പക്ഷെ അതിനൊരു സാഹചര്യം ഒരിക്കലും ആ തർബീയത്തിൽ കാര്യമായ പങ്ക് വഹിക്കേണ്ടതും രക്ഷിതാക്കളായ നമ്മളാണ്. അതുകൊണ്ട് തന്നെ ഈ ധാരണകളൊക്കെ നിർത്തുക. കുട്ടികളുടെ ചലനങ്ങൾ, അവരെ നമ്മൾ ഫ്രീ ആക്കി വിട്ടുന്ന ലെറ്റ് ദം ഫീൽ. പക്ഷേ ഒരു CCTV പോലെ നമ്മൾ വർത്തിക്കണം. അവർ പൊക്കോട്ടെ, നമ്മൾ അവരെങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന അതൊരു അസ്വസ്ഥതയാണ്. അതും ശരിയാണ്. എന്തിനും എവിടെ പോകണം അങ്ങനെയല്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലൊരു ഉമ്മമാർക്കൊക്കെ നല്ല കഴിവുണ്ടാവുക. ആ കൊച്ചുനാൾ മുതൽ കൊച്ചു കുട്ടികളങ്ങ് ശ്രദ്ധിച്ചാലേ അവരവിടെ കളിക്കുന്നുണ്ടാവും. നമ്മളോട് നമ്മളെ ഭാര്യമാർ സംസാരിക്കും, അവർ വേറെ കാര്യങ്ങളിൽ ഒക്കെ ഉണ്ടാവും. എന്നാലും ഒരു ഉപബോധ മനസ്സിൻ്റെ ഒരു ഭാഗം ആ കുട്ടിയുടെ അടുത്തായിരിക്കും അല്ലേ? അത് ചിലപ്പോൾ ആ കുട്ടി കിടന്ന് ഉറങ്ങായിരിക്കും, അപ്പുറത്തെ റൂമിൽ കിടന്ന് ഉറങ്ങായിരിക്കും, പാലൊക്കെ കുടിച്ച് ഉറങ്ങായിരിക്കും. ഇവിടെ ഉമ്മ വേറെ എന്ത് പണി ചെയ്യണമെങ്കിലും ഭർത്താവായിട്ട് സംസാരിച്ച് സല്ലാപത്തിലാണെങ്കിലും അടുക്കളയിലെ പണിയിലാണെങ്കിലും, പക്ഷെ ഒരു സാധനം അതവിടെ ഉണ്ട്. ആ കിടാവ് അവിടെ കിടന്ന് കരയുമ്പോൾ അപ്പത്തിന് ഇവിടെ നിന്ന് ഓടുന്ന ഓട്ടം കണ്ടില്ലേ? എന്ത് തിരക്കാണെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കളിക്കുന്ന കുട്ടി മറ്റുള്ള കുട്ടികളുടെ കൂടെ, അപ്പോഴും ഇവിടെ ഉമ്മ പഠിക്കുകയോ വായിക്കുകയോ എഴുതുകയോ അടുക്കള പണി ചെയ്യുകയോ എന്ത് ചെയ്താണെങ്കിലും ആ 4 or 5 കുട്ടികളുടെ ഇടയിൽ നിന്ന് ആ ശബ്ദം, കരച്ചിലിൻ്റെ ശബ്ദം കൊണ്ട് എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകനാണ് ആ കരയുന്നതെന്ന് ആ ഉമ്മക്ക് അറിയുകയും ചെയ്യാം. അതായത് ഒരു പ്രത്യേകമായ സിദ്ധി ഉമ്മമാർക്ക് പടച്ച റബ്ബ് കൊടുത്തിട്ടുണ്ട്. അത്രയും വാപ്പമാർക്ക് ഇല്ലത്. അവരുടെ ആ ഹൃദയത്തിൻ്റെ ഒരു പോർഷൻ, അല്ലെങ്കിൽ അവരുടെ ബോധത്തിൻ്റെ ഒരു പോർഷൻ അവിടെ ഉണ്ട്. ഇതുണ്ടായാൽ മതി. അതിന് നമ്മ എന്ത് ചെയ്യണം? ആ ഉമ്മമാരെന്ത് ചെയ്യണം? ഈ സിദ്ധിയെ പ്രാക്ടീസ് ഉരച്ചൊരച്ച് ഇതിൻ്റെ മൂർച്ച കൂട്ടണം. അതായത് കുട്ടി ചെറിയ കുട്ടിയാവുമ്പോൾ ഇങ്ങനെ ഒക്കെ നോക്കുന്നുണ്ട്. മുല കുടിച്ച് കിടക്കുന്ന കുട്ടിയാണെങ്കിൽ കട്ടിൽ നിന്ന് വീഴുന്നുണ്ടോ, ഊഞ്ഞാലിയിൽ നിന്ന് താഴത്തെ ചാടുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊരു ശ്രദ്ധ അവിടെ ഉണ്ടാവും ഉമ്മക്ക്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഉമ്മ തന്നെ കുട്ടി മുറക്കിങ്ങനെ വലുതാകും തോറും ഉമ്മയിൽ നിന്ന് ഈ സിദ്ധി പോകണം. കാരണം അവർ പരിപോഷിപ്പിക്കുന്നില്ല. കുറച്ച് വലുതാകുമ്പോൾ ഉമ്മയുടെ ഇന്ന് ആ കഴിവ് പോയി. പിന്നെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പോയി കളിച്ച് ഗ്രൗണ്ടിലോ പാർക്കിലോ വീടിൻ്റെ ഉമ്മറത്തോ ഒരു പ്രശ്നം, ഈ കഴിവ് കളഞ്ഞു പോകണം ഉമ്മമാരെടുക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ കഴിവ് നിങ്ങൾ ആ കുട്ടിയുടെ 1ാം വയസ്സിലും 2ാം വയസ്സിലും 3ലും 4ലും ഒക്കെ പുലർത്തി വന്ന നിങ്ങളുടെ ഈ സിദ്ധി ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്.
അവർ വലുതാകുന്നതനുസരിച്ച് നിങ്ങളുടെ സിദ്ധി വലുതാവണം. അങ്ങനെയാണെങ്കിൽ അവരുടെ അനക്കടക്കങ്ങളൊക്കെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അവരവരെ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് കുട്ടികളിരുന്ന് പഠിക്കണമെങ്കിലും നിങ്ങളുടെ അടുക്കള പണിയെടുക്കണമെങ്കിൽ അവരവിടെ അപ്പോഴും ഉണ്ടാവും ഈ ഉമ്മാക്ക്. കുട്ടികളുടെ തർബീയത്തിൽ ശ്രദ്ധാലുക്കളാണെങ്കിൽ ആ ഉമ്മയുടെ അത് അവിടെ ഉണ്ടാവും. അതിന് ഞാൻ പറയുന്നില്ല ചെവിയാണോ കണ്ണാണോ മൂക്കാണോ കൽബാണോ എന്ന്, ബട്ട് സംതിങ് ഈസ് ദർ വിത്ത് ദം. അവിടെ ഉണ്ടാവും ആ ഉമ്മയുടെ സാധനം. അത് പുറത്ത് കളിക്കണമെങ്കിലും ഇനി അവൻ വരുന്ന സമയത്താണെങ്കിലും അവൻ്റെ ശരീരത്തിൽ കാണുന്ന മാറ്റങ്ങൾ, അവൻ്റെ വസ്ത്രത്തിൽ കാണുന്ന അഴുക്കുകൾ കണ്ടുപോലും ആ ഉമ്മ മനസ്സിലാക്കും അവൻ അടിപിടി കൂടിയിട്ടാണോ കളിയിൽ വീണിട്ടാണോ ഇത് സംഭവിച്ചത്. ഈ ഒരു പടച്ചറപ്പ് കൊടുത്ത കഴിവാണ് ഉമ്മമാർക്ക്. എല്ലാ ആളുകളുടെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഉമ്മ തന്നെയല്ലേ, കെട്ടിയോളാ അത് പിന്നല്ലേ ചെവി വേനെടുക്കേണ്ടത് ഉമ്മയാണ്. ഈ ഉമ്മാക്ക് അള്ളാഹു ഒരുപാട് മഹാന്മാരുടെ ജീവിതം നിങ്ങൾ നോക്കിക്കോ. ഉമ്മ എന്നൊരു സാധനം ചുമ്മാണ് അല്ല. ഈ കഴിവ് ഈ ഉമ്മമാർ നഷ്ടപ്പെടുത്തുന്നു. ഇപ്പം മോള് പരിഷ്കരിച്ച് കുറേയൊക്കെ ആയിട്ട് വേറെ തരത്തിലായി പെണ്ണുങ്ങൾ. ഞാൻ ഒരുപാട് ഉമ്മമാരോട് സംസാരിച്ചപ്പോൾ ആക്ച്വലി അവരുടെ തോട്ടൊക്കെ മാറിയിരിക്കുന്നു. അത് വേറെ അതിപ്പോൾ നമ്മ ഭയങ്കര വർത്താനക്കാണ്. ഒരു സ്ത്രീയോട് ഞാൻ സംസാരിച്ചു, അതിപ്പോൾ നമ്മ എങ്ങനെയാണ് ഉസ്താദ് അങ്ങനെ പിന്നെ കൂടെ നടക്കുക കുട്ടികളുടെ അവർക്കും വേണ്ട ഒരു സ്വാതന്ത്ര്യം. ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവസാനം ഇതേ കുട്ടിക്ക് വേണ്ടി പോകേണ്ടി വരും പോലീസ് സ്റ്റേഷനിലും മറ്റുള്ളവർക്കും. നമ്മുടെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഒരു 22, 24 ഒക്കെ ആവുന്നത് വരെ, മനസ്സിലായില്ലേ, 24 വയസ്സാവുന്നവരൊക്കെ നമ്മൾ കരുതുന്ന പോലെ ഒന്നല്ല. അവർ 10, 12 വയസ്സാകും പക്വത ഒന്നുമില്ല. ഇതിൻ്റെ പിന്നിൽ കൂടെ നടന്നേ പറ്റൂ. ഇതിൻ്റെ പിന്നിലൂടെ ഒരു CCTV പോലെ ഉണ്ടായെന്നെ പറ്റും. അതിൽ മെയിൻ റോൾ ഉമ്മമാർക്ക് തന്നെയാണ്. വാപ്പമാർക്കില്ല എന്നല്ല കേട്ടോ പറയണത്, ഉണ്ട്. കാരണം ബോയ്സ് കുറച്ച് വലുതാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വാപ്പന്മാരെ ഏറ്റെടുക്കാൻ. അത് മറ്റൊരു വിഷയത്തിൽ പറയാം, വേറൊരു വീഡിയോ ആയിട്ട് പറയാം. ഞാനിതിങ്ങനെ പറയാനല്ല എനിക്ക് പറയാൻ പറ്റുന്ന. പക്ഷേ ഇന്നത്തെ ദിവസം നടന്നൊരു ഇൻസിഡൻറ്റ് വെച്ചിട്ടും കൂടിയാണ് ഞാനിത് പറയാൻ നിർബന്ധിതനായത്. കുഞ്ഞുങ്ങൾ അവർ എവിടെ പോണ് എന്താക്കുന്നു ഒന്നും ആരും അറിയുന്നില്ല. ഒന്നും അത് പറഞ്ഞാൽ നമ്മൾ മോശമല്ല, മറ്റുള്ളവരെ ഇത് പറയണത് നമുക്കിഷ്ടമില്ല. ഈ കഴിവ് ഉമ്മമാർ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇത്ര ലിബറലൊന്നും ആവണ്ട. നമുക്കൊരു സംസ്കാരം, നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിയെ പറ്റിയാണ്. അവർക്ക് അങ്ങനെ വേണമെന്നല്ലേ. കുറച്ചൊക്കെ കർശനവും കുറച്ചൊക്കെ കണിശതയൊക്കെ കാണിക്കേണ്ടി വരും. കുറച്ച് ഇഷ്ടങ്ങളുടെയൊക്കെ കടക്കൽ കത്തി വെക്കേണ്ടി വരും. കുട്ടികളുടെ എല്ലാത്തിനൊന്നും ഗ്രീൻ സിഗ്നൽ കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ മാത്രമല്ല എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചും കൂടി കോൺഷ്യസ് ആവുക. അവരാരെ കൂടെയാണ് കളിക്കുന്നത്. നമ്മുടെ മുറ്റത്ത് പറയും, നമ്മുടെ തൊട്ടപ്പുറത്ത് അയൽവക്കത്തെ വീട്ടിലാണ് കളിക്കണമെന്നുണ്ടെങ്കിലും അപ്പോഴും ഈ ഉമ്മക്കത് കഴിയും. അവർ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അവരെ ഇപ്പോഴത്തെ കാലത്തെ നവങ്ങളായ ചില ചിന്താഗതികൾ ഈ ഉമ്മമാരെ സ്വാധീനിച്ചപ്പോൾ അവരത് വേണ്ടാന്ന് വെച്ച്, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഉണ്ട് ഇത്. അവരെ എവരിബഡി എല്ലാവരും ഇപ്പോൾ ഈ ഇക്വാലിറ്റിയുടെയും അങ്ങനെ ഒരുപാട് പുതിയ ഇതല്ല വന്നിരിക്കുന്നത്, തത്വങ്ങളല്ലേ, പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ. അതിൻ്റെ ഭാഗമാണ്. അവനൊരു ഇൻഡിവിജ്വൽ അല്ലേ. മകനെ പറ്റി പറയണം, അവനൊരു ഇൻഡിവിജ്വൽ അല്ല. ഹി നോസ് വാട്ട് ബാഡ് വാട്ട് ഗുഡ്. ലെറ്റ് ഹിം സെലക്ട്, ലെറ്റ് ഹിം ചൂസ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. അവനെന്താ വെച്ചാൽ അവനിപ്പോൾ 10th കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ അവൻ 10th അവനിപ്പോൾ അങ്ങനെ അവനിങ്ങനെ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനിയിപ്പോൾ അവനക്ക് ഫസ്റ്റ് ചോയ്സ് തെറ്റാണെങ്കിൽ സെക്കൻഡ് ചോയ്സ് റെഡിയാകും. ഇങ്ങനത്തെ ഒക്കെ കാഴ്ചപ്പാട് ഉമ്മമാർക്കായി. പിന്നെ എങ്ങനെ ഒന്നാവാ? ഞാൻ കൂട്ടി പറയണമെന്ന് എട്ടി പറയണമില്ല. ഈ വിഷയത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കൂ. ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളെ മക്കളുടെ റിമോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിൽ മേലുള്ള നിങ്ങളുടെ കാഴ്ച, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നിരീക്ഷണം, CCTV നിരീക്ഷണം, അതൊന്നും മടിക്കരുത്. അവനക്കെന്ത് തോന്നുന്നു എഴുതിയിട്ട് ചോദ്യം ചെയ്യാതിരിക്കരുത്. നമ്മുടെ മോനല്ലേ, നമ്മുടെ ചെലവ് ജീവിക്കണല്ലേ, നമ്മല്ല അവന് പ്രസവിച്ച് വെച്ച് വളർത്തിയത്.
എന്താടാ 6 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് എന്താ രാത്രി കയറി വരണം ചോദിക്കാൻ എന്താ ധൈര്യം? ധൈര്യക്കേടെന്താ? പേടി എന്തിനാ? അടിച്ച് ചെന്നി തകർക്കണം. 5 മണിക്ക് വീട്ടിലെത്തണം പറഞ്ഞിട്ട് പിന്നെ 8 മണിക്കാണ് വരല്. അടിക്കാൻ തയ്യാറാവണമെന്ന്. സ്വന്തം മക്കളെ പേടിച്ചിരുന്ന പിന്നെ വയസ്സാകാലത്ത് നിങ്ങൾ അവനെ പേടിച്ചിട്ട് നിങ്ങളെ സത്രത്തിൽ കൊണ്ടുവന്നാക്കവൻ. കുട്ടികളെ പേടി ഉമ്മമാർക്ക് ഇപ്പം. അയ്യോ അവനോടൊന്നും ചോദിച്ചൂടെ? പല ഉമ്മമാരും പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ അടുത്തൊന്നും ചോദിക്കാൻ പോണ്ട ഉസ്താദ്. അപ്പോൾ അവൻ കിടന്ന് വീട് അങ്ങോട്ടാക്കും. ആറാം പറഞ്ഞു എന്നല്ലേ അവൻ വിളിക്കട്ടെ. പിന്നെ ഹൈ ഉമ്മമാർക്ക് പേടി മക്കളെ. വെറുതെ അല്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് ആളാണ് അടി എന്താണ് മുതലാളിനെ പ്രസവിക്കുന്ന അടിമ സ്ത്രീ എന്ന് പറഞ്ഞ പോലത്തെ അല്ലേ? ഇപ്പം ഉമ്മമാരാണ് അടിമകൾ. പേടിന് മിക്ക ഉമ്മമാരോടും സംസാരിച്ച് നോക്കിയപ്പോൾ എന്താണ് മക്കളെ പേടി. അവൻ അങ്ങനെ ആക്കും ഉസ്താദെ, അവൻ ഇങ്ങനെ ആക്കും ഉസ്താദെ. അടിച്ച് ചെന്നി തകർക്കാത്തതിൻ്റെ കുഴപ്പം ആദ്യം ഇപ്പോഴല്ല, അടിക്കണ്ടേന് അടിക്കാൻ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ദീൻ പഠിപ്പിച്ചില്ലേ, 7-ാം വയസ്സിൽ തല്ലിക്കൊള്ളാനല്ല, 10 വയസ്സിൽ തല്ലാനല്ല പറഞ്ഞത്. അത് നിസ്കാരത്തിന് മാത്രമല്ല, എല്ലാ റാമ്പർപ്പിനും തല്ലാനാ പറഞ്ഞത്. എല്ലാ റാമ്പർപ്പിനും തല്ലണം. ആ 10-ാം വയസ്സ് അത് സമ്മതമാണ്, ലൈസൻസിന്. 7th-ലല്ല, 7 തല്ലരുത്. കണ്ണൂരിട്ട് കാണിച്ചാൽ മതി. വേണമെങ്കിൽ പിച്ച 9 എത്തുമ്പോൾ 10 അടിക്കാൻ തന്നെ പറഞ്ഞത്. പിന്നെ എന്തിനാ പേടിക്കണത്? തർബിയത്ത് ചെയ്യാനും തർബിയത്ത് പഠിപ്പിക്കാനും പറ്റിയ റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്. അതൊന്ന് പാലിച്ചാൽ മതി. അതിനെ പാലിക്കൂലല്ലോ. വേദനിക്കും. കുട്ടികളെ കൂടി ഒന്ന് കരയിട ഉമ്മമാരാണ്. അവനക്കൊന്ന് കാലുമ്പൊന്ന് ഓടി വീട്ട് പൊട്ടി കരച്ച് അയ്യോ കരച്ചിലെടുക്കും ഉമ്മ. പിന്നെ എങ്ങനെ ഈ കുട്ടി നന്നാവും? അവൻ്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പഠിക്കണ്ടേ? അതെന്ന് പറഞ്ഞത് ഏതൊരു മനുഷ്യൻ്റെ ജയത്തിനും പരാജയത്തിനും ഒരു സ്ത്രീ ഇടുന്ന ആ സ്ത്രീ ഉമ്മയാണ്. ഈ ഉമ്മ സ്ട്രോങ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും. മക്കള് കരയരുത്, മൂക്കുകൊണ്ട് കരയാൻ നിൽക്കരുത്. കുട്ടികളെ കൂടെ കുട്ടിയുടെ കൈ നിരത്തി അവൻ്റെ ഒരു രക്തം കാണുമ്പോഴത്തേനും അള്ളാൻ്റെ മോനെ നീ കളിച്ചാലേ വീടിനുണ്ടാവും. അതൊക്കെ സാധാരണമാണ്. മരുന്ന് വെച്ച് തരാം, നാളെ പോയി കളിച്ചോ. കളിക്കണമെങ്കിൽ ധൈര്യം കൊടുക്കണം, വേണ്ടത് ധൈര്യത്തിൽ നിൽക്കണം. അതേപോലെ 6-ാം വർപ്പാണ് ചോദിക്കാനും ചെന്നിയടിച്ച് തകർക്കാനും കഴിയണം ഉമ്മമാർക്ക് പറ്റണത്, വാപ്പന്മാർക്കല്ല. എന്താണ്ടാന്ന് വെച്ചിട്ട് മനസ്സിലായില്ലേ? പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് വന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം കൊണ്ട് കേട്ടില്ല. കടയിൽ പോകാൻ പറഞ്ഞ പോണം, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ എത്ര പാവണം. സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ടെങ്കിലും ആ ഉമ്മമാരോട് വെറുപ്പ് തോന്നിയിട്ടുണ്ട്. ഈ നല്ല 10-ലും 12-ലൊക്കെ പഠിക്കണം നല്ല ഉശിരുള്ള പിള്ളേരെ വീട്ടിൽ വെച്ചിട്ടേ ഈ ഉമ്മമാർ റേഷൻ കടയിലേക്ക് ഗ്രോസറി ഷോപ്പിലേക്ക് പോണത് കണ്ടിട്ടുണ്ട് ഞാൻ. അതവൻ പറഞ്ഞ കേൾക്കൂല ഉസ്താദെ. പട്ടിണി കെട്ടി കൊല്ലണം അവൻ പറഞ്ഞ കേൾക്കൂലെന്ന്. എന്നിട്ട് ഈ തള്ള ഇതൊക്കെ എടുത്ത് കൊണ്ടു കൊടുത്തിട്ട് അവർക്ക് നേരത്തിന് ഊട്ടി കൊടുക്കണം. എന്നിട്ട് അവൻ തിന്നണം അല്ലേ? അതാരും ഇപ്പൊ സത്യത്തിൽ കുറ്റക്കാരി. അവരിറങ്ങി പോണ് റേഷൻ കടയിൽക്കും എല്ലാ കടയിൽക്കും ഈ ഉമ്മയാണ് പോണത്. പാവം ഇവൻ പോകൂല. എത്ര അവനക്ക് വീട്ടിലിരുന്ന് കളിയാണ്. ആരാണ് ആ അവസ്ഥക്കാക്കിയത്? ആരാണ് ഉത്തരവാദി? ആരാണ്? ചെറുപ്പം മുതൽ അടിച്ചിട്ട് തോലൂരണ്ടോണ്ടല്ലേ അവനക്ക് എന്നിട്ട് തിന്നാൻ കൊടുക്കണം അല്ലേ? 3 നേരം 4 നേരം. എനിക്കിതൊന്നും കണ്ടൂടാ, സമ്മതിക്കൂല. എന്തിന്? അയാൾ പാവം ഗൾഫിൽ നിന്ന് കാശാക്കും, ഈ തള്ള പോയിട്ട് എല്ലാം മേടിച്ചിട്ട് ഇവനക്ക് ഇങ്ങനെ മൂട്ടി കൊടുക്കും. അതിനുശേഷം പിന്നെ വൈകുന്നേരം അവനക്ക് ചായ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പൊറോട്ട ബീഫും തിന്നാനുള്ള വേറെ കാശ് വള്ളി കൊടുക്കണം വീട്ടിൽ നിന്ന് തിന്നതിന് ശേഷം. ഇവരൊരു പണി ചെയ്യൂല, ഒരു പണിയും ചെയ്യൂല, ചെയ്യിക്കില്ല അവനെ കൊണ്ട്. എന്നിട്ട് പിന്നെ അവസാനം കരച്ചിൽ. അത് കുട്ടികളാന്നാവണമെങ്കിൽ ദുആയും ഒക്കെ വേണം, അത് മാത്രം പോരാ. ഈ ഉമ്മമാർ ഒരല്പം കാര്യബോധത്തോടുകൂടി പെരുമാറും. അതിപ്പോഴും ഒരു സുപ്രാതി അവന് 18-16 വയസ്സായ ശേഷം ഞാൻ ഇപ്പോഴത്തെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടല്ല, അത് തുടക്കത്തിൽ തുടങ്ങണം. അതിപ്പോഴത്തെ പുതിയ പെൺകുട്ടികളോട് ഉമ്മമാരോട് എന്താ പറയുക, മോഡേൺ മമ്മിമാരോട് നീ പറയണത് ദയവേദിട്ട് അവർക്ക് നിങ്ങൾ അനാവശ്യമായ സ്വാതന്ത്ര്യം കൊടുക്കില്ല. അവരെ പേടിക്കല്ലേ.
പേടിക്കണ പോലെ അഭിനയിക്കല്ലേ അവരെ മുന്നിലെങ്കിൽ അറ്റ്ലീസ്റ്റ്. എന്തൊക്കെയാണെന്നല്ല ഉമ്മമാരെ വർത്താനങ്ങൾ കേട്ട് നിങ്ങൾ. ഞാനുള്ള കാര്യം പറയാല, സത്യമായിട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ഇപ്പം ചില ആൾക്കാരെ കുറിച്ച് ചില രക്ഷിതാക്കളെ കാണുമ്പോൾ പടച്ചറബേ നിങ്ങൾ എന്തിനാ അവരെ മക്കളെ കൊടുത്തു പോയല്ലോ എന്ന് സങ്കടപ്പെടാറുണ്ട്. കാരണം അങ്ങനെയാണ് വളർത്തുന്നത്. നാളത്തെ ബോൺ ക്രിമിനൽസ് ആയിട്ടുണ്ട് ഈ മക്കളെ വളർത്തുന്നത്. ഞാൻ പറയുന്നത് കൂട്ടി പറയണമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ ഇനിയും എനിക്കറിയാം നമ്മളെ വർത്താനത്തിൻ്റെ സ്റ്റൈല് മാറിപ്പോകും. ഭയങ്കരമായ ഈ മനഃശാസ്ത്രജ്ഞന്മാരുടെ കുറേ പുസ്തകങ്ങളുണ്ട്. അത് മൊത്തം വായിച്ചിട്ട് ഫോട്ടോ വിഴുങ്ങരുത്. അതിനകത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ രക്ഷിതാക്കൾ മുഖാന്തരം പാരമ്പര്യമായിട്ട് കിട്ടിയ ചില തർബീയത്തിൻ്റെ കൈവഴികളുണ്ട്. അത് മുറുകെ തന്നെ പിടിക്കണം. അതിൽ കുറച്ച് തല്ലലും കുറച്ച് ഇടിക്കലൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ ബുക്കിലൊക്കെ ഉണ്ടാവും തല്ലിക്കൂടെ. അതൊന്നും പറ്റൂല. തല്ലണ്ടതിന് തല്ലണം, ചോദിക്കണതിന് ചോദിക്കണം, പട്ടിണി കിടണ്ടതിന് പട്ടിണി കിടണം. അങ്ങനെയൊക്കെ തന്നെ വളർത്തേണ്ടി വരും. നമ്മ പറയുന്ന ഞാൻ ചില സമയത്ത് ഞാൻ ഉള്ളത് പറയാം. ഹാദി കേൾക്കണ്ട. ഹാദി ഇങ്ങനെ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് വരും. ഞാൻ ഒന്ന് വെട്ടി, എനിക്ക് ആ മുടി വെട്ടൽ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാനൊന്ന് വെട്ടിക്കും. മുടി പറ്റേ ചെറുതാക്കാൻ പറയും, നന്നായിട്ടും ചെറുതാക്കാൻ പറയും. എന്തിനാണെന്നറിയോ? നമ്മൾ പറയുന്നത് കേൾക്കണം. ഈ മുടിക്ക് എന്താ കുഴപ്പം? ഈ മുടിക്കൊരു കുഴപ്പമുണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. മുടി വെട്ടണം, കനം കുറക്കണം, അത് അംഗീകരിച്ചേ പറ്റൂ. വെട്ടിയിട്ട് വരും. ഇതുപോലെ ചിലതിലെ ശരി തെറ്റുകളല്ല, നമ്മുടെ ഓർഡറിനനുസരിച്ച് ഒബേ ചെയ്യണം. നമ്മുടെ മകനാണ്, മകളാണ്, അതന്നെ. അതിൻ്റെ നിങ്ങൾ ഈ ഇപ്പോഴത്തെ പുരോഗമന പ്രസ്ഥാനക്കാർ പറഞ്ഞ പോലെ എല്ലാവരും ഈക്വൽ, എല്ലാവരും അത് എല്ലാം ഉമ്മയും രക്ഷിതാക്കളും മക്കൾ, നമ്മ പെറ്റ മക്കൾ നമ്മ വളർത്തുമ്പോൾ നമ്മളെ ചെലവിലിരിക്കുമ്പോൾ നമ്മൾ അവരെ വളർത്തുന്ന തർബീയത്തിന് അവർ വളരാൻ വിധേയരാണ്, ആവണം. ഇനി അവരൊക്കെ കാശ് കിട്ടി സ്വത്തൊക്കെ ആറാമർ പണിച്ച് പോണി പോയിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പടച്ചറമ്പിൻ്റെ മുന്നിൽ നമുക്ക് സമാധാനം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ള കാലത്ത് നമ്മ അവരെ നേരെ വളർത്തിയിട്ടുണ്ട്. എപ്പോഴും ക്രൂരനായ രക്ഷിതാവാനോ എന്നല്ലേ പറഞ്ഞ രാക്ഷസനാവാനോ ഒന്നുമല്ല. എല്ലാം ചെയ്യണം. അവരെ കൂടെ കളിക്കണം, ചിരിക്കണം, അവരുടെ ഇഷ്ടങ്ങൾ പരമാവധി സാധിപ്പിച്ചു കൊടുക്കണം. പക്ഷെ കൺട്രോൾ വേണം. അവിടെയാണ് ഞാൻ അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഇയാൾ മറ്റേ കണക്ക് മാഷ പോലെ ഭയങ്കര ക്രൂരനായൊരു പിതാവാനൊന്നല്ല പറയണത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചെയ്യേണ്ടടുത്ത് ചെയ്യാൻ മടിക്കരുത്, തല്ലണ്ടടുത്ത് തല്ലാൻ മടിക്കരുത്, കഴുത്തിന് പിടിക്കേണ്ടടുത്ത് കഴുത്തിന് പിടിക്കാൻ മടിക്കരുത്, ചെവിക്ക് പിടിക്കേണ്ടടുത്ത് ചെവിക്ക് പിടിക്കണം. കൊടുക്കൂല എന്ന് പറഞ്ഞാൽ കൊടുക്കരുത്. നമ്മളെ ഒബേ ചെയ്യാൻ ആസ് എ ഫാദർ ഓർ ആസ് എ മദർ നമ്മളെ ഒബേ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. അതിനില്ലേ നമ്മളെ പരാജയമാണ്. അടിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. എല്ലാവരും നമ്മളൊക്കെ അങ്ങനെ തന്നെ വളർന്നാണ്. ആ മറ്റേ ഉണ്ടല്ലോ ലൂസാക്കി വിടണുണ്ടല്ലോ, പട്ടങ്ങനെ മുറിച്ചിടല്, അത് വിടരുത്. പട്ട എത്ര പറഞ്ഞാലും കയ്യിൽ നമ്മളടുത്ത ചരട് വേണം. ഇത് മുറിഞ്ഞാൽ അതെവിടെയെങ്കിലുമൊക്കെ പോയി വീഴും. കുട്ടികളെ പട്ടമായിട്ട് സങ്കല്പിക്കുക, നിങ്ങൾ പട്ടം പറത്തുന്ന ആളായിട്ട് സങ്കല്പിക്കുക. നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു വള്ളി, ഒരു ചരട് കയ്യിലുണ്ട്, അത് ദയവ് ചെയ്തിട്ട് വിട്ടുകളയരുത്. അല്ലാതെ ഞാൻ പറത്താണ്ട് വീട്ടിൽ കുത്തിരുത്തിയിട്ട് റൂമിൽ അടച്ചിടാനൊന്നുമല്ല പറയണത്. അങ്ങനത്തെ ഒരു സംവിധാനവുമില്ല. തെറ്റായിട്ട് ആരും മനസ്സിലാക്കണ്ട. എല്ലാം ഉണ്ട്. അൽഹംദുലില്ലാഹ് ഞങ്ങളൊക്കെ മക്കളെ വളർത്തുന്നില്ലേ, എല്ലാം ഉണ്ട്. ഇവിടെ കളി ചിരി ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകുന്നുണ്ട്. എല്ലാം ഉണ്ട്. അൽഹംദുലില്ലാഹ് എവരിത്തിങ് ഇസ് റെഡി. ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കൺട്രോള്, നമ്മളെ വാപ്പല്ല അവർ, നമ്മളെ ഉമ്മല്ല, അവരെ വാപ്പയും ഉമ്മയാണ്. അപ്പം നമ്മ നിയന്ത്രിക്കണോ നിയന്ത്രിക്കപ്പെട നിൽക്കണം. നമ്മൾ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥരാണ്. അവർ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ പറയുള്ളൂ, പിന്നെന്താ. അതുകൊണ്ട് കുട്ടികളെ ദ്വാരിപ്പിക്കുക, നന്നാവാനും പഠിക്കാനൊക്കെ ദ്വാരക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളെ വളരെ ഒരുപാട് പറയാനുണ്ട്, അനുഭവങ്ങൾ വെച്ച് പറയാനുണ്ട്, മനസ്സിലായില്ലേ. അതും കൊച്ചു കുട്ടികളെ വരെ ഒട്ടും ശ്രദ്ധിക്കാത്ത രക്ഷിതാക്കൾ
അവന് ഒരു അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു സാധനം അടിച്ച് മാറ്റിയിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവരറിഞ്ഞിട്ടില്ല എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് അത് കിട്ടണം. അപ്പോൾ ഉമ്മയും വാപ്പുണ്ട് ഞങ്ങൾ കണ്ടിട്ടേനില്ല ഈ സാധനം, ഇത് എപ്പോൾ കൊണ്ടുവന്നു ഉസ്താദേ എന്തപ്പത്. അപ്പോൾ ആ കുട്ടികളെ ഇവരുടെ എത്ര ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും അള്ളാഹു നമ്മളെ മക്കളെ ഒക്കെ സാലിഹ്യങ്ങളാക്കട്ടെ. ദീർഘിച്ചു പോയി അത് പറയാൻ എനിക്ക് ഈ ഭാഗത്ത് ഭയങ്കര വേദനയുണ്ട്. മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളാക്കട്ടെ, നമ്മളെയും അള്ളാഹു സാലിഹ്യങ്ങളാക്കട്ടെ. ഒരു ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു കുടുംബ പശ്ചാത്തലം സൃഷ്ടിച്ചെടുക്കാൻ നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരങ്ങളിലും ചുറ്റുപാടുകളിലും അങ്ങനെ ഒരു സംസ്കാരം സൃഷ്ടിച്ചെടുക്കാൻ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്യണം, നമ്മളെ മക്കളൊക്കെ നന്നാവണം. ആ ദുആ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊരു വിഷയം ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ടത്. നമ്മുടെ തർബീയത്തിൻ്റെ പുറത്താണ് നമ്മളെ കുട്ടി നന്നായി എന്നുള്ളത് വിഡിത്തം. പടച്ച റബ്ബിൻ്റെ തൗഫീഖും ഇറാദത്തും ഉണ്ടാകുമ്പോൾ കുട്ടികൾ നന്നാവും. നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാമെന്ന് മാത്രം. അതുകൊണ്ട് ദുആ നന്നായിട്ട് ചെയ്യണം മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.